ഹേയ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാർട്ടൂൺ ഇമേജ് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് നോക്കാം. നല്ല സിമ്പിളാണ് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അതിന് വേണ്ടി ഗൂഗിൾ ആദ്യം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് പോയിട്ട് grok.com എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ സ്പെല്ലിങ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, grok.com. എപ്പോഴും പറയണ പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനും പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലോട്ടാണ് പോകേണ്ടത്. വെബ്സൈറ്റിൽ ചെന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം തൊട്ട് താഴത്തെ വാട്ട് ഡു യു വാണ്ട് ടു നോ എന്ന് കണ്ടോ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴത്തൊരു പിൻ ഐക്കൺ ഉണ്ട് കണ്ടോ, ഈ ഒരു പിൻ ഐക്കൺ ഞാൻ സർക്കിൾ ചെയ്ത് കാണിക്കുന്നത്. ആ പിൻ ഐക്കണിൽ പോയിട്ട് സെലക്ട് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ട് ഏത് ഫോട്ടോയാണ് നമുക്ക് വേണ്ടത് ആ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ആഡ് കൊടുക്കാം. ആഡ് കൊടുത്തതിന് ശേഷം നമുക്കവിടെ ഫോട്ടോ അവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കവിടെ ജസ്റ്റ് ഒരു കാര്യം ടൈപ്പ് ചെയ്യേണ്ടത് കൺവേർട്ട് ടു ഗിബ്ലി ഇമേജ് എന്നും പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ സൈഡിൽ തന്നെ അതിൻ്റെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കൺവേർട്ട് ടു ഗിബ്ലി ഇമേജ് എന്ന് കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, അവിടെ അപ്പോൾ അത് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുറച്ച് ടൈം എടുക്കും. ഏകദേശം ഒരു 5 to 6 മിനിറ്റ്സോളം എടുക്കും. ചിലപ്പോൾ അത്രയൊന്നും എടുക്കത്തില്ല, 2-3 മിനിറ്റ്സിനുള്ളിൽ കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അത് കൺവേർട്ട് ആയിട്ട് നമുക്ക് കാർട്ടൂൺ ഇമേജിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ അത് കൺവേർട്ട് ആയി വന്നിട്ടുണ്ട്. അത് താഴത്തോട്ട് വരണുണ്ടോ. ഓക്കെ, അത് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് താഴത്ത് തന്നെ സേവ് ബട്ടൺ അല്ലേ, അതിൽ സേവ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. ഇങ്ങനെയാണ് ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇൻഷോട്ടിൽ പോയിട്ട് നമ്മുടെ ഒറിജിനൽ ഇമേജും ഇതും വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എൻ്റെ ജസ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.